ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു ഒരു അടിപൊളി ചോക്ലേറ്റ് ട്രഫിൾ കേക്കുമായിട്ട്. അപ്പോൾ ഞാൻ മുന്നേ 2 ചോക്ലേറ്റ് ട്രഫിൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഡാർക്ക് ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. അപ്പോൾ ആ ഒരു റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണം. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കാം. ഞാനിപ്പം 1 kg റെസിപ്പിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 8 ഇഞ്ചിൻ്റെ റൗണ്ട് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബട്ടർ പേപ്പർ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ കേക്ക് ഒട്ടി പിടിക്കാതിരിക്കാനും പെട്ടെന്ന് തന്നെ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലൊക്കെ തേക്കാട്ടോ, ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണ് പാൽപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കണം. അപ്പോൾ അരിക്കുമ്പോൾ എപ്പോഴും 3 പ്രാവശ്യം അരിച്ചെടുത്താൽ വളരെ നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം അരിച്ചതിന് ശേഷം നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 എഗ്ഗാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കണമെങ്കിൽ ഒരു 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഈ സമയം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പൊടിച്ച പഞ്ചസാര ചേർക്കണോണ്ട് തന്നെ എഗ്ഗ് നന്നായിട്ട് ബീറ്റായി വന്നിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ പൊടിച്ച പഞ്ചസാര 1 കപ്പ് കുറേശ്ശെ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എപ്പോഴും പറയുന്ന പോലെ ഒന്നാകെ തട്ടണ്ട, കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാര എടുക്കുമ്പോൾ 3/4 കപ്പ് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ അല്ല, 1 ടേബിൾ സ്പൂൺ ആണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ കാച്ചാത്ത പാലായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ ബീറ്ററൊക്കെ സ്ലോ ആക്കിയിട്ട് ഒരു 1/4 കപ്പ് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ ബീറ്റർ ഓഫ് ചെയ്യാം. ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി. ഓയിൽ ചേർത്താൽ പിന്നെ അധികം നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അരിച്ച് മാറ്റിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ മുന്നേ ഇട്ടിട്ടുള്ളതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണം. നമ്മൾക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പഴയ കേക്ക് റെസിപ്പീസൊക്കെ ഒന്ന് പോയി നോക്കുക. അപ്പോൾ അതിൽ ഉള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻസിൽ ചോദിച്ചാൽ മതി. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റിയിട്ടുള്ള കേക്ക് ടിൻ ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ബേക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ആ ഒരു മെത്തേഡൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒരു 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കേക്കിൽ ആ ഓയിൽ ഒഴിക്കണം ആ ഒരു ടൈമിലൊക്കെ ഞാനിവിടെ ഒരു പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് ഓവൺ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഒരു 180 ഡിഗ്രിയിൽ വീണ്ടും ഒരു 30 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം. നിങ്ങൾ സ്റ്റൗ ടോപ്പിലാണെങ്കിലും 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് ചൂടാറി അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാലും
അതുപോലെ 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് ട്രഫിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ഇതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷുഗർ സിറപ്പ് ചെയ്യുന്ന പോലെ മറ്റു കേക്കിൽ ചെയ്യുന്നത് പോലെ സാധാ ഷുഗർ സിറപ്പ് വെച്ചിട്ടും വെറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ക്രീം ചെയ്യുന്നത് നമ്മളെ കേക്ക് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് ഫസ്റ്റ് ലെയർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണമൊക്കെ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ക്രീം ബീറ്റ് ചെയ്യണമൊന്നും കാണിക്കാത്തത് കേട്ടോ. എന്നിട്ട് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ ക്രീം നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷാണ് ഞാൻ കൊടുക്കുന്നത്. ഈ ഒരു ഗണാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഒന്ന് പോയി കണ്ടാൽ മതി, ചെക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഗണാഷ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് കാരമലൈസ് ചെയ്തിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനിപ്പം കുറച്ച് നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് അല്ലാതെ തന്നെ അവിടെ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ സെക്കൻഡ് ലെയറും വെച്ചിട്ടുണ്ട്. നമ്മളെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ വീണ്ടും വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മളെ പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പുറത്ത് വീണ്ടും നമ്മൾ ഒന്ന് ഗണാഷ് ഒഴിച്ചു കൊടുക്കുക. ഗണാഷ് ഉണ്ടാക്കുന്ന അത്ര വലിയ പണിയൊന്നും ഉള്ളതല്ല കേട്ടോ. 1 കപ്പ് ചോക്ലേറ്റും അതുപോലെ തന്നെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. ഡബിൾ ബോയിൽ മെത്തേഡൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. മുന്നത്തെ വീഡിയോയിലൊക്കെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം. ഇപ്പോൾ ദാ 3rd ലെയറും കേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫുള്ളായിട്ട് കേക്ക് കവർ ചെയ്യുന്ന പോലെ ക്രീം ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ക്രീം കോട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇങ്ങനെ ക്രീം കോട്ട് ചെയ്തതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക കേട്ടോ. എന്നിട്ട് സെക്കൻഡ് കോട്ട് ചെയ്താൽ കുറച്ചും കൂടി വൃത്തിക്ക് കിട്ടും. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് കോട്ട് ക്രീം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് വൃത്തിക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ 10 മിനിറ്റ് ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുക്കുമ്പോൾ. ഇനി ഒരു പാലറ്റ് നൈഫൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കാം. നമ്മളെ കയ്യിലുള്ള പണിയായുധം മുഴുവൻ എടുത്തിട്ട് നമുക്ക് തേപ്പ് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ ഒരു തേപ്പാണ് കുറച്ച് പണിയുള്ളത്. നന്നായിട്ട് തന്നെ ഫിനിഷിങ് ആക്കി എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന ടൈമിൽ അവിടെ ക്രീം കുറവുണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും വീണ്ടും നമുക്ക് തേച്ച് കൊടുക്കാം. സൈഡൊക്കെ ഇതുപോലെ സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഇതുപോലുള്ള സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ലെങ്കിൽ ചെയ്യൊന്നും വേണ്ട.
ഞാനിപ്പോൾ സൈഡിൽ ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് 2 പ്രാവശ്യം അതൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ലൈൻ കിട്ടും. ഇനി നമ്മളിത് മസ്റ്റായിട്ടും ഒരു അരമണിക്കൂർ വീണ്ടും ഫ്രിഡ്ജിൽ വെക്കണം. കാരണം ഞാൻ ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗണാഷാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. ഇപ്പോൾ ഇത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മളെ കേക്ക് നന്നായിട്ട് തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ചോക്ലേറ്റ് ഗണാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടറിയതിന് ശേഷം ഞാനൊരു പൈപ്പിംഗ് കവറിലോട്ട് ആക്കിയിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് അതിന് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ കേക്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കണമെന്നൊന്നുമില്ല. ക്ലീൻ ആയിട്ട് കിട്ടാനാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പം സൈഡിലൊക്കെ ഡ്രിപ്പ് ചെയ്ത് വരുന്ന ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്ത് വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടല്ലോ, വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത പോലെ ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് എടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതുപോലെ ഒരു പൈപ്പിംഗ് കവറിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ സൈഡിൽ കുറച്ച് ലൈനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ടൊരു ഡെക്കറേഷനാണ് ഇതിന് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ പുറത്തോട്ട് 2 ചോക്ലേറ്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഈ ചോക്ലേറ്റ് റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ. അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഫോണ്ടന്റ് ഫ്ലവർ ഒക്കെ കട്ട് ചെയ്തിട്ട് സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിക്കും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കാണാനായിട്ട്. അതുപോലെ പുതുതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.